നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കീബോർഡിലെ വൈറ്റ് കീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കീബോർഡ് കിട്ടിയാൽ അതിൽ സരിഗമപധനിസ വായിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അതിൻ്റെ ഫിംഗറിംഗ് ഓർഡർ, റൈറ്റ് ഹാൻഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫിംഗറിംഗ് ഓർഡർ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ ബ്ലാക്ക് കീസ് എന്തൊക്കെയാണെന്ന് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കിന്ന് ഈ ബ്ലാക്ക് കീസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. അവരുടെ പേരുകൾ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് ഇത്രയും ഓർത്താൽ മതി, വളരെ സിമ്പിളാണ്. ഈ ബ്ലാക്ക് കീസിനെ രണ്ട് വിധത്തിലുള്ള പേരുകളിൽ അറിയപ്പെടും. അതായത് നമ്മൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഫോർവേഡ് കൗണ്ടിലാണെങ്കിൽ ഇതിനെയൊക്കെ ഷാർപ്പ് എന്നറിയപ്പെടും, ബാക്ക്വേഡ് കൗണ്ടിലാണെങ്കിൽ ഇതിനെയൊക്കെ ഫ്ലാറ്റ് എന്നറിയപ്പെടും. അപ്പോൾ ഫോർവേഡ് കൗണ്ടിൽ വരുന്ന ഷാർപ്പ് ആണെങ്കിൽ നമ്മൾ ആ കീയുടെ കൂടെ ഒരു സിമ്പിൾ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സിമ്പിൾ കണ്ടോ, ആ സിമ്പിൾ ചേർക്കുമ്പോഴാണ് നമ്മളതിനെ സി ഷാർപ്പ് എന്നാകാം, അല്ലെങ്കിൽ ഡി ഷാർപ്പ് ആണെങ്കിൽ ഇപ്പോൾ കണ്ടോ അതുപോലെ വരും, എഫ് ഷാർപ്പ് ആണെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ വരും. ഓക്കെ, അപ്പോൾ ഇവയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളതിനെ ഷാർപ്പെന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഷാർപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഓർക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഫോർവേഡ് കൗണ്ടിലാണ് നമ്മൾ ഈ സിയിൽ നിന്ന് സി ഡി ഇ എഫ് ജി എ ബി സി, അങ്ങനെ സി ഡി ഇ എഫ് ജി എ ബി സി എന്ന് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഇതിനെയാണ് ഫോർവേഡ് കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഈ സിയുടെ മുൻപിൽ സിക്ക് ശേഷം വരുന്ന കീയെ നമ്മൾ സി ഷാർപ്പ് എന്ന് വിളിക്കും, ഡിക്ക് ശേഷം വരുന്ന കീയെ ഡി ഷാർപ്പ് എന്ന് വിളിക്കുന്നു, എഫിന് ശേഷം വരുന്നതിനെ എഫ് ഷാർപ്പ് എന്ന്, ജിക്ക് ശേഷം വരുന്നതിനെ ജി ഷാർപ്പ് എന്ന്, എക്ക് ശേഷം വരുന്നതിനെ എ ഷാർപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇതിനെ ഫ്ലാറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്, ഫ്ലാറ്റ് കീസ് എന്നും ഇതിനെ അറിയപ്പെടും. എപ്പോഴാണ് ഈ ബ്ലാക്ക് കീസിനെ ഫ്ലാറ്റ് കീസ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഇനി റിവേഴ്സ് ഓർഡറാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫോർവേഡ് ഓർഡറാണ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സ് ഓർഡറാണ്. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ സി ബി എ ജി എഫ് ഇ ഡി സി അല്ലേ, ഈ ഓർഡർ അല്ലേ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് വായിക്കുമ്പോൾ, ഈ ഡയറക്ഷനിൽ വായിക്കുമ്പോൾ ബിക്ക് ശേഷം വരുന്നതിനെ ബി ഫ്ലാറ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഇങ്ങോട്ട് പോയപ്പോൾ ഇത് എ ഷാർപ്പായിരുന്നു, കാരണം എക്ക് ശേഷം വന്നു ഫോർവേഡ് മൂവ്മെൻറ്റിൽ. ഇനി ബാക്ക്വേഡ് മൂവ്മെൻറ്റിൽ ബിക്ക് ശേഷം വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ ബി ഫ്ലാറ്റ് എന്ന് വിളിക്കും. അതുപോലെ പിന്നെ അതിൻ്റെ എക്ക് ശേഷം വരുന്നതിനെ എ ഫ്ലാറ്റ് എന്ന് വിളിക്കും, ജിക്ക് ശേഷം വരുന്നതിനെ ജി ഫ്ലാറ്റ് എന്ന് വിളിക്കും. അതുപോലെ ഇത് ഇ ഫ്ലാറ്റ്, ഇത് ഡി ഫ്ലാറ്റ്, അങ്ങനെ അറിയപ്പെടും. അപ്പോൾ ഓർക്കുക, കീസ് സെയിം തന്നെയാണ്, പക്ഷേ ഈ ഓർഡർ, ഫോർവേഡ് ഓർഡറിൽ ഇവയൊക്കെ ഷാർപ്പ് കീസ് ആയിട്ട് അറിയപ്പെടും, ഒരു റിവേഴ്സ് ഓർഡറിൽ ഇതിനെയൊക്കെ ഫ്ലാറ്റ് കീസ് ആയിട്ട് അറിയപ്പെടും. അപ്പോൾ ഫ്ലാറ്റ് കീസിൻ്റെ സിമ്പിൾ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണം, കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നതാണ് നമുക്ക് ബി ഫ്ലാറ്റ് എന്ന് പറയുന്ന കീ. അപ്പോൾ ആ സിമ്പിൾ കണ്ടോ, ഒരു സ്മോൾ ലെറ്റർ ബി പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു സിമ്പിൾ ബിയുടെ കൂടെ ഇട്ട് കഴിയുമ്പോൾ ബാക്ക്വേഡ് ഓർഡറിൽ ബിക്ക് ശേഷം വരുന്ന ആ ബ്ലാക്ക് കീയെയാണ് ബി ഫ്ലാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ സെയിം കീ ആണ് ഫോർവേഡ് ഓർഡറിൽ എന്താകുന്നത്, എ ഷാർപ്പ് ആകുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നൊരു കാര്യം, നമുക്കിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു സ്റ്റൈലിലുള്ള സരിഗമപധനിസയല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഏത് കീയിൽ ആരംഭിച്ചാലും അവിടെ നിന്ന് സരിഗമപധനിസ വായിക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ ഒന്ന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത ടൈപ്പ് ഡി മേജർ സ്കെയിലാണെന്ന് പറയുവേ. നെക്സ്റ്റ് ഇ മേജർ, അടുത്ത എഫിൽ ആരംഭിക്കാം, ഇനി ജിയിൽ ആരംഭിക്കാം, ഇനി എയിൽ ആരംഭിക്കാം, ഇനി ബിയിൽ ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ബിയിൽ ആരംഭിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ ബ്ലാക്ക് കീസും ഈ സരിഗമയിൽ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണേ, കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് കീസിന് വായിക്കണമെന്ന് വെച്ചോ, ബ്ലാക്ക് കീസ് ഇപ്പോൾ എ ഷാർപ്പ് മേജർ, നമുക്ക് ഈ ബ്ലാക്ക് കീയിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എഫ് ഷാർപ്പിൽ ആരംഭിക്കണമെങ്കിൽ ഓക്കെ. അപ്പോൾ പല ടൈപ്പിലുള്ള സരിഗമപധനിസ കണ്ടില്ലേ, നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും, വളരെ എളുപ്പമാണ് കേട്ടോ. ഒരേ ഒരു ഫോർമുല പഠിച്ചാൽ ഈ സരിഗമയൊക്കെ വായിക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതിനുള്ള ഫോർമുലയാണ് മേജർ സ്കെയിൽ ഇൻ്റർവെൽസിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന WWH അങ്ങനെ ഒരു ഫോർമുല. ഇതെന്താണെന്ന് അടുത്ത ദിവസത്തെ ഒരു
ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് പഠിക്കാൻ റെഡി ആയിട്ടിരുന്നു. താങ്ക് യു.